വൈകാരികപരമായിട്ടുള്ള പക്വത, ഇമോഷണൽ മെച്യൂരിറ്റി, ഇത് നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. ഇമോഷണലി ഉള്ള കാര്യങ്ങളൊന്നും ഈ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവർ. ചിലർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകും, പെട്ടെന്ന് ദേഷ്യം വരും, അവർക്ക് കൈവിട്ടു പോകുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടാവും, വാവിട്ടു പോകുന്ന വാക്കുകൾ അവർ വായിച്ചു വരും. അല്ലാതെ സങ്കടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഇമോഷണൽ ആവുന്നവരുണ്ടായിരിക്കും, വളരെ സെൻസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കും. ചിലര് ഒരാളുമായിട്ട് മിണ്ടില്ല, വെറുപ്പാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മരിക്കുന്നത് വരെയും അയാളായിട്ട് മിണ്ടില്ല, ഒരു കോംപ്രമൈസിന് പോലും അവർ ശ്രദ്ധിക്കില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉള്ളവരുണ്ട്. നേരെ മറിച്ച് ഇതൊന്നും ബാധിക്കാത്ത കുറെ വിഷയങ്ങളുണ്ട്. ഒരു കോവിഡ് വന്ന പ്രശ്നമല്ല, ലോകം മൊത്തം അവസാനിക്കുന്നു പറഞ്ഞാലും പ്രശ്നമല്ല, വീട്ടിൽ ഒരാൾ മരിച്ചു പോയാലും അവർക്ക് പ്രശ്നമല്ല, കണ്ണീരില്ല, സങ്കടമില്ല, ദേഷ്യമില്ല, അങ്ങനെ യാതൊരുവിധ ഇമോഷണലും ഇല്ലാത്തവരും ഉണ്ടെങ്കിൽ ഇത് ഓവറായുള്ള പ്രശ്നവും വേറെയാണ്. ഇത് രണ്ടും അത്യാവശ്യം വേണ്ട സ്ഥലത്ത്, അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കണം. എല്ലാണ്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒന്നിലേക്ക് നമുക്കൊരു മരവിച്ച അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും പറയുന്ന വിഷയങ്ങൾക്ക് ദേഷ്യം, സങ്കടം വരുന്നതെന്ന് പറയുന്നത് നമ്മളത് അത്യാവശ്യം ബാധിക്കുന്ന ഒരു വിഷയം. ഇതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ജസ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമ്മുടെ പ്രശ്നം? ഈ ഇമോഷനാണ് നമ്മുടെ പ്രശ്നം? സങ്കടമാണോ, ദേഷ്യമാണോ, ഇവരുടെ വെറുപ്പാണോ, എന്താണ് നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമെന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, ഈ അടുത്തറിയുന്ന കുറച്ച് സർക്കിളിലുള്ള ആൾക്കാരോടൊക്കെ നിങ്ങളൊന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുക. എന്താണ് എന്റെ ഒരു പ്രശ്നം, ഞാൻ എവിടെയാണ് എന്റെ ഒരു ഇമോഷൻ പാളി പോകുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണ് എന്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നോക്കുന്നത് എന്നുള്ള അവരുമായിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അവരോടായിരിക്കും, സങ്കടപ്പെടുന്നത് അവരോടായിരിക്കും. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് വേഗം മനസ്സിലാവും. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്തൊക്കെ അഭിപ്രായം ചോദിക്കാം. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ അതിന്റെ അഭിപ്രായം ചോദിക്കാം, എന്താണ് പ്രശ്നം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രശ്നം ഒരു ദേഷ്യപ്പെടലാണെന്നുള്ളത് നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് തരണം. നല്ലോണം ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല, നല്ലോണം സങ്കടപ്പെടുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി നിങ്ങൾ ചുറ്റുപാടുണ്ട്. ഒരു ഫ്രണ്ട് ആകാം, ഒരു ഫാമിലിയിലുള്ള ആരെങ്കിലും ആരും ആയിക്കോട്ടെ, അവരെ ഒന്ന് റോൾ മോഡലായിട്ട് വെക്കാം. ഈ റോൾ മോഡലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്ന ആളെ കണ്ട് പഠിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഓട്ടോമാറ്റിക്കലി ആ ഒരു വ്യക്തിയെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒരാളെ റോൾ മോഡലായിട്ട് വെക്കുക. ഓക്കെ, ദേഷ്യപ്പെടുന്ന സിറ്റുവേഷനിൽ ദേഷ്യപ്പെടാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സങ്കടം വരുന്ന സിറ്റുവേഷനിലാണ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി വെച്ചിട്ട് അവരെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ സങ്കടം കൺട്രോൾ ചെയ്തിട്ട് അവരെ പോലെ ആവണം എന്നുള്ള തോന്നൽ നോക്കി നമുക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത് ബോഡി ലാംഗ്വേജ് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും എത്രയൊക്കെ ഹാപ്പി ആണെന്ന് പറഞ്ഞാലും സങ്കടമായിരിക്കും നിങ്ങളുടെ ഒരു മുഖത്ത് എടുത്തറിയുന്നത്. എപ്പോഴും ഗ്ലോമി ആയിട്ട് ഇങ്ങനെ വാടിയിരിക്കുന്ന ഫേസ് ആയിട്ട് ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിയാൽ പോലും പെട്ടെന്ന് ആ ഒരു എവിടെയെങ്കിലും നിങ്ങൾ ഫേസിൽ ആ ഒരു ഹീറ്റ് നമുക്ക് മനസ്സിലാവും. ഈ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണല്ലോ എന്ന് ഫോട്ടോ കണ്ടാൽ പോലും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ഫേസിൽ ഒരു പുഞ്ചിരി കിട്ടിയത്, ഈ ചിരി എന്ന് പറയുന്നത് ചെറിയ വിഷയമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യം എല്ലാവരും അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടാനുള്ള കാര്യം എല്ലാവരും അറിയിക്കണം. ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെങ്കിൽ നിങ്ങളുടെ ഫേസിൽ എപ്പോഴും ഒരു ചെറു പുഞ്ചിരി, ഈ ചിരിക്ക് എന്ന് പറയുന്ന വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അല്ലെ. അപ്പൊ എപ്പോഴും ഫേസിൽ ചെറു പുഞ്ചിരി കീപ്പ് ചെയ്യുന്നത് വളരെ നന്നായിട്ട്. സങ്കടമാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലൂവിനെസ് മാറ്റിയിരിക്കാം. ഇപ്പൊ ദേഷ്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഗൗരവമായിട്ട് ഓട്ടോമാറ്റിക്കലി ദേഷ്യപ്പെടുന്നവരുടെ ഫേസ് എപ്പോഴും ആ ഒരു ഗൗരവത്തോട് കൂടിയായിരിക്കും. ഞാനൊക്കെയാണ് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഫേസിൽ എപ്പോഴും ആ ഒരു ഗൗരവം, ആ ഒരു സീരിയസ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ആ ഒരു ഗൗരവം വെച്ച് ഫേസ് മാറ്റുന്നത് പുഞ്ചിരി നിങ്ങൾ എപ്പോഴും ഫേസിൽ കീപ്പ് ചെയ്ത് നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ ഒരുപാട് മനസ്സിൽ പെട്ടെന്ന് അത് അവരത് ഏറ്റെടുക്കും. നമ്മളത് പറഞ്ഞു വിട്ടാലും നമ്മളെ മൈൻഡിൽ എപ്പോഴും അത് കടന്നുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സങ്കടം വരുന്ന കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, സങ്കടം വരുന്ന പേടിയാണ്
പറയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അത് പിടിക്കും. ഓക്കെ, എന്ത് വിഷയങ്ങളാവും, സങ്കടമാണ് ആ കുട്ടിയുടെ മെയിൻ വിഷയം എന്നുള്ളത് മൈൻഡിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ദേഷ്യത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ദേഷ്യം ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്ന വ്യക്തിയല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട നീ എന്റെ നമുക്ക് പറയരുത് എന്ന് ചിലർക്ക് ദേഷ്യം വരും, വേണ്ട നീ നിർത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് അത് പിടിക്കും. ഇയാൾ എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമ്മുടെ മൈൻഡ് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫേസിലും നിങ്ങളുടെ ആക്ടിവിറ്റിലൊക്കെ ഒരു ദേഷ്യം വന്നു പോകും. എല്ലാവരും സങ്കടം വന്നു പോകും. ഇനി ആരോടെങ്കിലും വെറുപ്പാണെന്നുണ്ടെങ്കിൽ ഇനി ആ മനുഷ്യനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ മനുഷ്യന് വെറുപ്പാണ് വന്ന് നേരെ കണ്ടുകൂടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്രയൊക്കെ ആ മനുഷ്യന് കോംപ്രമൈസ് ചെയ്യാൻ നോക്കണമെന്ന് ശ്രമിച്ചാലും നടക്കില്ല, നിങ്ങൾ വെറുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങള് പോസിറ്റീവായിട്ട് പറയാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. സങ്കടം വരുന്ന കാര്യം, ദേഷ്യം വരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാണ്ടിരിക്കുക. ഇത് മൈൻഡ് പിടിച്ചു കഴിഞ്ഞാൽ വിഷയം എന്താ വെച്ചാൽ നമുക്കത് മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ എപ്പോഴും പറയുന്ന കാര്യങ്ങളും ബോഡി ലാംഗ്വേജസ് ആയാലും കൂടി നിങ്ങൾ മനഃപൂർവ്വം തിരുത്താനായിട്ട് ശ്രദ്ധിക്കണം, അപ്പോഴേ അത് മാറത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻ ഏതാണോ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഒരു ഇമോഷൻ, നിങ്ങൾക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾ നിൽക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾ ഒരാൾ തെറി വിളിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ മാറിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളെ ചീത്ത വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ മാറ്റി യാതൊരു ബന്ധം നിങ്ങൾ പുലർത്തണം. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു വിഷയമാണ്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം അംഗീകരിക്കും. ശരിയാണ്, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറഞ്ഞു, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുക. അല്ലാണ്ട് ഒരാൾ നിങ്ങൾ തെറ്റ് ചെയ്തത് ഒരാൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബാധിക്കുന്നത്. തെറ്റുകൾ ചെയ്താൽ അത് അംഗീകരിക്കാനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പെരുമാറുന്ന വ്യക്തികളുടെ സാഹചര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾ വരുന്ന സാഹചര്യത്തിനായിട്ടില്ല ആ ഒരു വ്യക്തി വരുന്നത്, അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു വ്യക്തി പെരുമാറുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ ബേസിലും നിങ്ങളുടെ സറൗണ്ടിങ്സ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ പെരുമാറുന്നുണ്ടാവും. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ ബേസിലാണ് കമ്മ്യൂണിക്കേഷൻ ചില സമയത്ത് പോകുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അയാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കണം, ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അയാളുടെ സാഹചര്യത്തിന് അനുസരിച്ചിട്ടാണ് അയാൾ പെരുമാറുന്നത്, നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ പെരുമാറുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യാതെ മനസ്സിലെങ്കിൽ ചില നിങ്ങൾക്ക് മാക്സിമം സങ്കടവും ദേഷ്യവും ഒക്കെ മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നൊരു വിഷയമാണ് ഈ നിങ്ങൾ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ചിന്തിക്കുക. അതായത് നിങ്ങളുടെ ഇമോഷൻസിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു മാനേജീരിയൽ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നിങ്ങളെ കുറച്ച് ബഹുമാനിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് കാര്യങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ ഉള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഭയങ്കര ഭാവം പിടിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ അത്യാവശ്യം ഒരു ഗൗരവമുള്ള ക്യാരക്ടറാണ് നിങ്ങളെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫീൽഡിലെ വ്യക്തികൾക്ക് നിങ്ങളോടൊരു റെസ്പെക്ട് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേടി ഉണ്ടാവും, അവർ വർക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോല ഹൃദയം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളായിട്ട് താണ്ഡവമാകും, അല്ലെ? വർക്കൊന്നും കറക്റ്റായിട്ട് പോകില്ല, തലയിൽ കയറി നൽകുന്ന അവസ്ഥ വരും. ചില സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ലേഡി ജീവിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില സമയത്ത് അവർക്ക് ദേഷ്യം വളരെയധികം ഉപകാരപ്പെടും. വേറെ വ്യക്തികളൊന്നും അവർക്ക് ഹരാസ് ചെയ്യാണ്ടിരിക്കാനൊക്കെ ഈ ദേഷ്യം ഉപകാരപ്പെടും. ചില സമയത്ത് ഈ ദേഷ്യത്തെ അല്ലെങ്കിൽ ഈ സങ്കടമൊക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ട് വരും. ചില സമയത്ത് ഇത് ഓവറായിട്ട് നമ്മളെ ബാധിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുകയും ചെയ്യാം. നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ നമുക്ക് പോകാനും ഇത്തരത്തിലുള്ള ദേഷ്യം സങ്കടമൊക്കെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഈ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. കരയാൻ സ്ഥലത്ത് കരയെ ദേഷ്യപ്പെടുന്ന സ്ഥലത്ത് ദേഷ്യപ്പെടുക, എല്ലാം ഈ ഓവറാക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ കാര്യമായിട്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റും. ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. മിതമായിട്ടുള്ള രീതിക്ക് നിൽക്കുക. അപ്പൊ എല്ലാത്തിനും ഉപരി ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് എപ്പോഴാണ് മാറ്റിയെടുക്കാൻ പറ്റും.